പൊന്നു സഖാവേ അരുത്. ഈ തുറയിലൊരു പെണ്ണും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കരുത്. ഇല്ല, അമ്മണിയെ ഞാൻ കെട്ടും. കെട്ടണം. ഒരു പെണ്ണിനെ ചീത്തയാക്കിയിട്ട് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ അപ്പനും അമ്മയെ എതിർക്കുന്നതുകൊണ്ടാ. ആരെതിർത്താലും ഞാൻ കെട്ടിച്ചു തരും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ഈ ഇടപാട് വേണ്ട. അമ്മ മോളിലത്തെ മുറിയില്ല. ആ ശിവദാസോ, നീ വന്നോ? വന്നതൊന്നുമല്ല, ഞാൻ പൊക്കിക്കൊണ്ട് വന്നതാ. ഇരിക്കെ. ഈയിടെയായിട്ട് ശിവദാസനെ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ, എന്തു പറ്റി? ഞാൻ വന്നതുകൊണ്ട് എന്താ കാര്യം? പറഞ്ഞാൽ അനുസരിക്കില്ലല്ലോ. ഒരു തടവുകാരിയെ പോലെ ഈ മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചടഞ്ഞിരിക്കാതെ വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങിക്കൂടെ അമ്മയ്ക്ക്? മോഹമില്ലാഞ്ഞിട്ടല്ല കുഞ്ഞെ, കഴിയണില്ല. ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുഃഖം അവനവൻ ജീവിച്ചിരിക്കെ സ്വന്തം മക്കളുടെ മരണം കാണേണ്ടി വരുന്നതാണ്. അതനുഭവിച്ചവളാണ് ഞാൻ. മോളെ, നീ കിച്ചണിൽ ചെന്ന് കഴിക്കാൻ വല്ല ഉണ്ടാക്കാൻ പറ. ചെല്ലേ. മോളുടെ കാര്യം പറയാനായിരുന്നു ഞാൻ. അവളുടെ വിവാഹം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. പല ആലോചനകളും വന്നു, ഒന്നും അവൾക്ക് ഇഷ്ടമായില്ല. ഇപ്പോ ഒരു IPS കാരൻ ശരത്ചന്ദ്രൻ ഇവിടുത്തെ ASP ആണ്. ശിവദാസൻ അറിയാമായിരിക്കും. പക്ഷേ മഞ്ജു വഴങ്ങുന്നില്ല. അതിന് പറഞ്ഞ കാരണങ്ങളൊന്നും ശരിയല്ല. എനിക്ക് തോന്നുന്നത് അവളുടെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്നാണ്. ചോദിച്ചിട്ട് പറയുന്നുമില്ല. നിങ്ങൾ തമ്മിൽ എല്ലാം തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലല്ലേ? മോനൊന്ന് ചോദിച്ചു നോക്ക്. വേണ്ടമ്മേ, എനിക്കറിയാം. പഠിക്കുന്ന കാലത്തെ മഞ്ജുവിന് ഒരാളോട് എന്താ പറയാ, ഒരു ഹീറോ വർഷിപ്പ്, ഒരുതരം ഫാസിനേഷൻ ഉണ്ടായിരുന്നു. ആരുമായിട്ട്? ആരായിട്ടായാലും അത്തരം ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ് ആവില്ല. ഞാൻ അവളെ തിരുത്താൻ ശ്രമിച്ചതാണ്. അമ്മ വിഷമിക്കണ്ട, ഞാൻ മഞ്ജുവിനോട് സംസാരിക്കാം. എല്ലാം ശരിയാവും. എല്ലാവരും ഉദാരമായ സംഭാവനകൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണം. പാർട്ടിയുടെ യുവജന കൺവെൻഷനാണ്, ധാരാളം ചെലവുള്ള ഏർപ്പാടാണ്. പോയ വർഷങ്ങളിൽ നിങ്ങൾ തന്നിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ മറക്കുന്നില്ല. ഈ വർഷവും കാര്യമായിട്ട് സഹായിക്കണം. സർ, യുവജന കൺവെൻഷനാണ്, വളരെയധികം ചെലവുള്ള കാര്യമാണ്. സാർ എന്തെങ്കിലും കാര്യമായിട്ട് 50 പൈസ എവന്റെ കാറും കോപ്പും കണ്ട വലിയ മറ്റവനാണെന്ന് തോന്നുമല്ലോ. ദാരിദ്ര്യവാസി എടുത്തോണ്ട് പോടാ. അകത്ത് പോകാൻ നോക്കും. എങ്ങോട്ടാ? മാർക്കറ്റിനകത്തേക്ക്. മാർക്കറ്റിനകത്തേക്ക് നിങ്ങൾ കിടക്കണ്ട, അത് ഞങ്ങളായിക്കോളാം. അതെന്താ, നമ്മളൊക്കെ ഒന്നല്ലേ? ആയിരിക്കും, പക്ഷെ ഇവിടുത്തെ പിരിവിന് നിങ്ങളുടെ ബക്കറ്റ് വേണ്ട. ആ ചെല്ല് ചെല്ല്. അത് നീ മാത്രം നിശ്ചയിച്ചാ പോരല്ലോ. വാടാ. ഏയ്, എന്താ ഇത്? എനിക്കൊരു അല്പം സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? പറയാം. മിസ്റ്റർ ദിവാകരൻ, ഞാൻ കടലിൽ പോയിട്ടില്ല, മീൻ പിടിച്ചിട്ടില്ല, വള്ളവും വലയും വെള്ളവും എന്താണെന്ന് അറിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടു. ശരിയാണ്. താങ്കളെപ്പോലെ ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയുടെ മകനായിട്ടല്ല. അതിന് ജനനം കൊണ്ട് നമ്മൾ വ്യത്യസ്ത ജാതിക്കാരാണെങ്കിലും പ്രവൃത്തി കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. സ്വന്തം സമുദായത്തിനെതിരായിട്ട് മനസ്സിലായില്ല. ജന്മിത്വവും നാടുവാഴിത്വവുമായുമാണ് എന്റെ സമുദായത്തിൽപ്പെട്ട സവർണ ഫ്യൂഡൽ പ്രഭുക്കളെ ഭൂപരിധി നിയമം കൊണ്ടുവന്ന് കുത്തുവാളെടുപ്പിച്ച പാർട്ടിയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്വന്തം സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങളും. വഞ്ചിക്കുക? ഞാനൊരു പുല്ലനെയും വഞ്ചിച്ചിട്ടില്ല. വേണ്ടാത്ത അപവാദങ്ങൾ പറഞ്ഞു പരത്തിയതും പോരാഞ്ഞ് ഇപ്പൊ കേറി വന്ന് മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്നു. ഇറങ്ങണ. ക്ഷോഭിക്കരുത് മിസ്റ്റർ ദിവാകരൻ. ഫോർട്ട് കൊച്ചി കടപ്പുറത്തെ 7 കണ്ടത്തിൽ കോലപ്പന്റെ മകൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ നാടൻ വെള്ളം തുഴഞ്ഞ് ജീവിച്ച ദിവാകരൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എങ്ങനെ ലക്ഷപ്രഭുവായി? സമുദായത്തിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കള്ളൊഴിച്ചു കൊടുത്തും പെണ്ണുകൂട്ടിക്കൊടുത്തും സൽക്കരിച്ചും തൊട്ട കൊതും കുഴിച്ചുപിടി ഞാൻ. പിൻബലം കൊണ്ട് നിനക്ക് ഈ നാട് ഭരിക്കാമെന്ന് വിചാരിച്ചോ? കാറും എസ്റ്റേറ്റും ബംഗ്ലാവുമായിട്ട് കാലാകാലം സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചോ? സ്വന്തം സമുദായത്തെ പോലും വഞ്ചിച്ച് തന്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം ലോൺ കൊടുക്കാൻ കോർപ്പറേറ്റ് ഫണ്ട് നിന്റെ അപ്പനുണ്ടാക്കിയാനോടാ? നിന്റെ തലവാട് തോന്നാടാ? ഇതായാലും 5-8 മാസം നിന്റെ പുറകെ നടത്തിച്ചിട്ട് അവസാനം തന്നെ കിഴവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ല. ആ ലോൺ അപേക്ഷയാണിത്. ഇടാ ഒപ്പ്.
നരേന്ദ്രൻ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ വർഷകാലത്ത് ട്രോളിംഗ് നിരോധിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ്. എന്നുവെച്ച് ലക്ഷങ്ങൾ മുടക്കി ഞാൻ വാങ്ങിയ ബോട്ടുകൾ ഹാങ്കറിൽ ഇട്ടാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങളൊക്കെ ആര് സഹിക്കും? സാറിനറിയാലോ, എന്റെ ബോട്ടുകൾ കടലിൽ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റു ചില കച്ചവടങ്ങൾ കൂടി ചെയ്യാൻ വേണ്ടിയാ. അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം അങ്ങ് പറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് ഇപ്പൊ കണ്ണൂണ വർത്തമാനം കൂടി പറഞ്ഞു. ഈടോ തന്നെ സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ തീരദേശത്തെ മുഴുവൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പ് നേരിടേണ്ടി വരും. എന്റെ സമുദായക്കാരും എതിർക്കും. ഇടതുപക്ഷത്തിൽപ്പെട്ട ITUC-കാരുമാണ്. അവരെ നേരിടാൻ എന്റെ ബോട്ടിലെ ജീവനക്കാർ മതി. കൂട്ടത്തിൽ ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. ഓ, നിങ്ങളെല്ലാം കൂടി എന്നെ നശിപ്പിക്കും, എന്നെ ഈ കസേരന്ന് തെറിപ്പിക്കും. അയ്യോ ലീഡറെ, ഞങ്ങൾ കാരണം സാറിന് ഒരു ദോഷവും വരികയില്ല. വരത്തില്ല. ഏത് അത്യാപത്തിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. മുമ്പ് നിന്നിട്ടുണ്ടല്ലോ. സാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം സാറേ. ശരി ശരി. ഇറങ്ങി വരണം മുതലാളി, ഇറങ്ങി വരാൻ. ഇറങ്ങി വേണം സാർ. തൊഴിലാളികളുടെ വയറ്റ് തടിച്ചിട്ട് മുതലാളി ബോട്ട് ഇറക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഇറങ്ങി വരണം. ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കാൻ. അരുത് നിങ്ങളെ, അരുത്. ഞാൻ പറയുന്നു കേൾക്ക്. ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞങ്ങൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. എടോ, ഇറങ്ങി വരുന്നതാണ് നല്ലത്. ഇറങ്ങണം മലയാളി. സർക്കാരിൽ നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, പോലീസ് നിങ്ങളുടെ വരുതിൽ നിന്നും വരാം. അതുകൊണ്ട് ഈ തുറക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്താമെന്ന് കരുതരുത്. മിസ്റ്റർ ശിവദാസൻ, ആഴക്കടലിൽ വലയെട്ടി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബോട്ടുടമകൾക്ക് നാടൻ വെള്ളത്തിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവങ്ങളുടെ ദാരിദ്ര്യം മനസ്സിലാവില്ല. ഈ വർഷകാലത്തെങ്കിലും നിങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കണം. ആ പാവങ്ങളുടെ പട്ടിണിക്ക് ഒരു അറുതി വരുത്തണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. അയ്യോ, ഫാദർ അടക്കം എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. വള്ളക്കാരെ പോലെ തന്നെ ബോട്ടിൽ പോയി മീൻ പിടിക്കുന്നവരും തൊഴിലാളികളല്ലേ. അവരുടെ യൂണിയൻ നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്റെ ബോട്ട് ഇറക്കിയത്. നാട്ടുകാരായി നിങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്റെ ബോട്ട് ഇറക്കുന്നില്ല. എന്താ പോരെ? മത്സ്യത്തൊഴിലാളി ഐക്യം! മത്സ്യത്തൊഴിലാളി ഐക്യം! ശിവദാസ്! നരേന്ദ്രൻ മുതലാളിക്ക് മാത്രമല്ല, ഈ അപമാനം നമുക്ക് മുഴുവൻ ഏറ്റതായിട്ട് വേണം കണക്കാക്കാൻ. സംഭവത്തെ പറ്റി ഒരു കംപ്ലൈന്റ് എഴുതി തന്നിരുന്നെങ്കിൽ ശിവദാസ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ പൊക്കിയെടുത്ത് കൈയും കാലും തല്ലി ഓടിച്ചു. താൻ കേട്ടിട്ടിരുന്നൊരു പോ. നമുക്ക് നമ്മുടെ ആളുകൾ തന്നെ മതി. അവരെ കൊണ്ട് വേണം കൈകാര്യം ചെയ്യിക്കാൻ. അവനെ അങ്ങനെ വിട്ടാൽ പറ്റിയല്ല. ദിവാകരൻ, ഗുണ്ടകളെ വിട്ട് തല്ലിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നിയമപരമായിട്ട് തന്നെ അവനെ നേരിടണം. പോലീസുകാർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ CM-നെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എന്താ സാറേ പ്രശ്നം? പ്രശ്നം പറഞ്ഞാലേ നീ പറയത്തുള്ളൂ. ഞങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ് സഖാവിനെ അന്വേഷിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, പറഞ്ഞോ. സാധിച്ചു തരാവുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്ക് ശിവേട്ടന്റെ അടുത്ത് പറയാം. എല്ലാവരുടെയും കണ്ണീരോ പവനാരാ അവതാര പുരുഷനോ? ഇങ്ങനെ ചോദ്യവും ഉത്തരവും സാറ് തന്നെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് ഒരു അവസരം താ. തർക്കുത്തരം പറഞ്ഞു കളിക്കാൻ പോലീസ് എന്താ നിന്റെ കളിപ്പിള്ള? സഖാവ് കളിച്ച് നാട്ടിലുള്ള മാന്യന്മാരുടെ മൊത്തം കോലം വരച്ചാലുണ്ടല്ലോ, നിന്റെ സഖാവിനും പണിയേണ്ടി വരും ഒരു രക്തസാക്ഷി മണ്ഡപം. രക്തസാക്ഷികളാവാൻ ധീരന്മാർക്കേ പറ്റൂ സാറേ. മേലിരിക്കുന്നവനൊരു നമ്പർ കറക്കിയാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ കറങ്ങുമെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ നിങ്ങളെ ഞാൻ ലിസ്റ്റിൽ പെടുത്തിയിരുന്നില്ല. സഹതാപമുണ്ട്. നിന്ന് പ്രസംഗിക്കാതെ കേരള ജീപ്പില് ഒരുപാട് മസിൽ പിടിക്കല്ലേ. ഈ തൊപ്പിക്കത് ദോഷം ചെയ്യും. വേണ്ട, ഈ തുറയിൽ വെച്ച് ഏതായാലും ക്ഷീണം വേണ്ട. സാർ പോയാട്ടെ. ASP ശരത്ത് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ സഖാവ് ശിവദാസന് എന്നോടൊപ്പം ഉണ്ടാവും. ജീപ്പില് കേരള ജീപ്പില്. ഇതിൽ ചോര പറ്റിയാൽ ഉണങ്ങാൻ വലിയ പാടാ. പിന്നെ ആ കാട്ടുകള്ളന്മാരുടെ കൽപ്പന അനുസരിച്ചാണ് സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയതെങ്കിൽ തെറ്റി. ആ കേസിൽ ഞാനല്ല, അവനാണ് പ്രതി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച് കോടികൾ സമ്പാദിച്ച ആ ദിവാകരനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്. ചുണയുണ്ടെങ്കിൽ ആ നരേന്ദ്രനെ. നിങ്ങൾ നിഷ്ക്രിയരായതുകൊണ്ടാണ് കാസർഗോട്ട് നിന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്നിട്ടും ഇതുവരെ നമുക്കൊരു ആക്ഷൻ എടുക്കാനായില്ല. പക്ഷെ ഇപ്പോ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുണ്ടായ ഈ വഴക്ക് നമുക്കൊരു അവസരം തന്നിരിക്കുന്നു. കൊല്ലപ്പെടുന്നവർ അവർ തമ്മിലുണ്ടായ സംഘടനത്തിൽ മരിച്ചെന്നേ മറ്റുള്ളവർ കരുതൂ. ഈ സമയം നാം ഉപയോഗപ്പെടുത്തണം. ശിവദാസിനെയും വിശ്വനെയും രണ്ടിനെയും ഇന്നത്തോടെ തീർക്കണം. യൂണിയൻകാർ തമ്മിലൊരു സംഘടനമായി തോന്നിക്കാവൂ. നമ്മൾക്കിതിലൊരു പങ്കുമില്ല. ഒന്നിനെയും ബാക്കി വെക്കരുത്. വള്ളക്കാർക്ക് ബോട്ടുകാരോട് വിരോധമുണ്ടായിട്ടല്ല. മീനുകൾ മുട്ടയിടുകയും കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യുന്ന ഈ മഴക്കാലത്ത് ആഴക്കടലിൽ വലയിടുന്നത് മത്സ്യങ്ങളുടെ വംശനാശം വരുത്തും. അത് തടയാനാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അതിന് 88-ൽ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി, 91-ൽ ഡോക്ടർ PSRB ജെയിംസ് കമ്മിറ്റി,
92-ൽ ഡോക്ടർ സൈലാസ് കമ്മിറ്റി എന്നിങ്ങനെ കുറെ അന്വേഷണ കമ്മീഷനുകൾ നിയമിച്ചതല്ലാതെ കടൽ സമ്പത്തിനെയും കടൽ മക്കളെയും സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് ശാസ്ത്രീയമായ ഒരു കർമ്മ പരിപാടികളുമില്ല. ഇനി സർക്കാർ ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, മഴക്കാലത്ത് ബോട്ട് ഇറക്കാൻ നാം ആരെയും അനുവദിക്കരുത്. എന്ത് വില കൊടുത്താലും, ജീവൻ കൊടുത്തായാൽ പോലും നാം അത് തടയും. ധിക്കാരമല്ലേടോ അത്, അല്ലെങ്കിൽ തോന്നിവാസം? അതെ, ഞാൻ ധിക്കാരിയാണ്, തോന്നിവാസിയാണ്. മദ്യമാഫിയ സംഘത്തലവൻ നരേന്ദ്രനും അഴിമതി കേസിൽ പ്രതിയായ ദിവാകരനും മുൻ മുഖ്യമന്ത്രിക്ക് കിടക്ക വിരിച്ചു. എനിക്ക് മാലയിടാൻ എങ്ങനെ ധൈര്യം വന്നു? എന്തിന് പാർട്ടി അത് അനുവദിച്ചു? ശിവദാസ, നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. കൃഷ്ണപിള്ള ദിനത്തിൽ പൗരസമിതിയാണ് നിനക്ക് അവിടെ സ്വീകരണം ഒരുക്കിയത്. പിന്നെ നീ പറഞ്ഞ മദ്യമാഫിയ സംഘത്തലവനുണ്ടല്ലോ നരേന്ദ്രൻ, അയാൾ ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായ സംഘടനയുടെ പ്രസിഡന്റാണ്. പിന്നെ അഴിമതിക്കാരനാണെന്ന് വിശേഷിപ്പിച്ച ദിവാകരനാണെങ്കിൽ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ നേതാവും. വേറെയുണ്ട് അവന്മാർക്ക് യോഗ്യത. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതന്നെ ഇവന്മാരെ പണം കൊണ്ടല്ലേ? ശിവദാസൻ, എന്താ ശരിയല്ലേ? അവന്മാരെ ഇന്ന് പാർട്ടി പണം പിരിച്ചിട്ടില്ലേ? ഉവ്വ്, അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിനോ പാർട്ടി ഫണ്ടിനോ വേണ്ടി പിരിവെടുക്കുമ്പോ പണം തരുന്നവന്റെ തൊഴിലും സംസ്കാരവും സ്വഭാവശുദ്ധിയും ഒന്നും നോക്കാനാവില്ല. നീ പറഞ്ഞ അബ്കാരി കോൺട്രാക്ടർമാരോട് നമ്മൾ പണം വാങ്ങിയിരിക്കും. പകരം അവർക്ക് പാർട്ടിയിൽ വല്ല സ്ഥാനവും കൊടുത്തിട്ടുണ്ടോ? അവിഹിതമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടോ? വേണ്ട. അവർ ചെയ്യുന്ന ക്രമക്കേടുകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടുണ്ടോ? എങ്കിലേ അത് തെറ്റാവുന്നുള്ളൂ. പാർട്ടി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നേരത്തെ ശത്രുപക്ഷത്ത് നിന്നവരാണെങ്കിലും ആളും തരവും നോക്കി ചിലരെയെങ്കിലും സ്വീകരിക്കാതെ പറ്റില്ലല്ലോ. അല്ലാതെ പാർട്ടി എങ്ങനെ വളരും? എടാ, ഇപ്പൊ നമ്മുടെ ഭരണമാണ്. ശിവദാസ് കുറെ കൂടി പക്വതയായിട്ട് വേണം പെരുമാറാൻ. ജയിലിലായിരുന്നെങ്കിലും ഇവിടെ നടന്ന കാര്യങ്ങൾ പലതും നീ അറിഞ്ഞു കാണുമല്ലോ. ആ, നീണ്ട തുറയിൽ നിന്റെ സ്ഥാനത്തേക്ക് സേവറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നീ മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടാവണം. അതെന്തിന്? CM-ന്റെ ഇന്നത്തെ അവസ്ഥയിൽ ശക്തനായ ഒരാൾ കൂടെ വേണം ഒരു സഹായത്തിന്. അതിന് എന്തുകൊണ്ടും യോഗ്യൻ നീയാണ്. എന്താ, നിനക്കതിന് സമ്മതമല്ലേ? പാർട്ടി പറഞ്ഞാൽ ഞാൻ അനുസരിക്കും, അതെന്തായാലും. പക്ഷെ ഒരു കാര്യം, ഭരണം കയ്യിൽ വരുമ്പോൾ പല അഴുക്കുകളും അടിഞ്ഞുകൂടും. സ്വന്തം താല്പര്യം നോക്കി മാത്രം അവന്മാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ സഖാവ് പറഞ്ഞ പക്വത എന്നിൽ കണ്ടുവന്ന് വരില്ല. ഞാൻ പ്രതികരിക്കും, വളരെ ശക്തമായി തന്നെ.